ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിലാണ് നമ്മൾ. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ഈസ്റ്റർ. തിരുനാളുകളുടെ തിരുനാളാണ് ഈസ്റ്റർ. ഈസ്റ്റർ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവ് ലോക ചരിത്രത്തിൽ അനേകം ഇവന്റുകൾ നടന്നിട്ടുണ്ട്. ലോകമഹാ അത്ഭുതങ്ങള്, ലോകയുദ്ധങ്ങള് എന്നു വേണ്ട ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒത്തിരി സംഭവങ്ങൾ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത് അവൻ എന്നേക്കും ജീവിക്കുന്നു എന്നുള്ള ആ വലിയ അത്ഭുതമാണ്, യാഥാർത്ഥ്യമാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം. നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 66-ാം തിരുവചനം. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. ഈ തിരുവചനം യുദ്ധാന തിരുനാളിൽ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഒരു കാരണവശാലും കർത്താവായ യേശു കല്ലറ വിട്ട് പുറത്തു വരാതിരിക്കാൻ മാനുഷികമായ എല്ലാ പരിശ്രമങ്ങളും അവർ ചെയ്തതായി ഈ വചനം കാണിക്കുകയാണ്. 3 കാര്യങ്ങൾ അവിടെ വചനം എടുത്തു പറയുന്നു. ഒന്നാമതായി, അവർ പോയി കല്ലിനെ മുദ്ര വെച്ചു, കല്ലിനെ സീൽ ചെയ്യുകയാണ്. അനാവശ്യമായി ഇനി ആരെങ്കിലും ആ കല്ലറയെ തൊട്ടാൽ അവർ അറസ്റ്റ് ചെയ്ത് തടവിലിടാനുള്ള നിയമമുണ്ട്. രണ്ടാമത് വചനം വെളിപ്പെടുത്തുന്നു, കാവൽക്കാരെ നിർത്തി, ശക്തരായ പട്ടാളക്കാരെ കർത്താവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. അവരെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുവാനോ ഒന്നും പെട്ടെന്ന് ആർക്കും സാധ്യമല്ല. ഒരു കാരണവശാലും കർത്താവ് കല്ലറ വിട്ട് വെളിയിൽ വരരുത്. 3-ാമത് വചനം പറയുന്നു, കല്ലറ ഭദ്രമാക്കി. അവർക്ക് എന്നാൽ ഉറപ്പുണ്ടായിരുന്നു, ഒരു കാരണവശാലും യേശു കല്ലറ വിട്ട് പുറത്തു വരികയില്ല. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയാണ്. മാനുഷികമായ യാതൊന്നിനും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ തടയാൻ സാധിക്കില്ല. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഒരു കാരണവശാലും ഈശോ കല്ലറയിൽ നിന്ന് വെളിയിൽ വരാതിരിക്കാൻ ആവുന്നതെല്ലാം മാക്സിമത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അവർ ചെയ്തു വെച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഇറങ്ങിയപ്പോൾ മരണത്തെ തോൽപ്പിച്ച് കർത്താവ് ഉദ്ധിതനാവുകയാണ്. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, എഫെസസ് 1:20, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടത്തോടുകൂടി വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ ശക്തി. ഉദ്ധാന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ഒരു പ്രവർത്തനത്തിനും യാതൊന്നിനും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ, ദൈവ പദ്ധതികളെ തടയാനോ ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല. ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാന ശക്തിയിൽ നിരന്തരം ജീവിച്ചുകൊണ്ട് അനേകം ജീവിതങ്ങളെ യേശുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കുക സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഉദ്ധിതനായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.